നമസ്കാരം. ഒരു യഥാർത്ഥ ദൈവവിശ്വാസി അവൻ നടത്തുന്ന പല പ്രവർത്തനങ്ങളും പിന്നീട് അത് ലോകാത്ഭുതങ്ങളായി മാറാറുണ്ട്. നമ്മുടെ രാജ്യത്ത് പല മാധ്യമങ്ങളും അത് കാണാൻ ശ്രമിക്കാറില്ല. ഒരു പക്ഷേ അവരക്കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥ ദൈവവിശ്വാസിയെ മറികടക്കാൻ, അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് ലോകത്തോട് വിശ്വാസി സമൂഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളെ പലതരത്തിലും ട്രോളുന്ന വീഡിയോകൾ, യുക്തിവാദികളുടെ ചില പരാക്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഒരു രൂപയ്ക്ക് നാടിന് ഗുണമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവരെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശ്വാസി സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു യോഗ്യതയുമില്ലാതെ എന്തൊക്കെയോ ചില യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാതെ വിശ്വാസി സമൂഹം തുടർച്ചയായി ചില നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വാസിയുടെ അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ശക്തിക്കും അതിനെ മറികടക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം, അതായത് റമദാൻ 26-ന് മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്നും വന്ന ചില ദൃശ്യങ്ങൾ, ആരാധനയുടെ ദൃശ്യങ്ങൾ, ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടിയാണ് ആ ദൃശ്യങ്ങളെ നോക്കിക്കണ്ടത്. അതായത് ഒരു ഭാഗത്ത് ഇസ്രായേൽ പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ട്. എന്നാൽ ഫലസ്തീനികൾ രണ്ടും കൽപ്പിച്ച് നോമ്പ് 26-ന്, അതായത് 27-ാം രാവിന് പള്ളിയിൽ പോവുകയാണ്. രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. 2 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇസ്രായേൽ പോലീസിന്റെ ഭീഷണിയെ വകവെക്കാതെ അവിടെ ആരാധനകളിൽ ഏർപ്പെട്ടത്, പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടത്. വിശ്വാസി സമൂഹത്തിന്റെ കരുത്താണ് ഞാൻ പറയുന്നത്. ഒരു ആയുധങ്ങൾക്കും ആ കരുത്തിനെ തകർക്കാൻ കഴിയില്ല. എന്തായാലും ഇവിടെ പ്രാർത്ഥനക്കെത്തിയ വിശ്വാസി സമൂഹത്തിനു നേരെ കണ്ണീർവാതക പ്രയോഗമുണ്ടായി, പലർക്കും പരിക്കേറ്റു. എന്നിട്ട് പോലും അവർ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. തൊട്ടടുത്ത് വരുന്ന ജുമുഅ നമസ്കാരത്തിന്, റമദാനിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച, 1,20,000-ഓളം വരുന്ന വിശ്വാസികളാണ് ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ഇസ്രായേലിന്റെ പോലീസിനെയോ അവരുടെ കണ്ണീർവാതകത്തെയോ അവരുടെ തോക്കുകളെയോ ബോംബുകളെയോ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റാർക്കുണ്ട്, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുള്ള ആ ഒരു ചങ്കൂറ്റം, ആ ഒരു ധൈര്യം ഇവിടെ മറ്റാർക്കാണുള്ളത്? എന്നാൽ ഇവിടം കൊണ്ട് കാര്യങ്ങൾ തീരുന്നുണ്ടോ? വേറെയും ഒരുപാട് നന്മകളിൽ അവർ ഏർപ്പെടുന്നു. ഞാൻ ഫലസ്തീനിലെ ഒരു കാര്യം പറഞ്ഞു. അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതീവ ദയനീയമായ ഒരു സാഹചര്യമാണ്. ഭക്ഷണമോ വെള്ളമോ വസ്ത്രമോ ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ്. അവർ താമസിച്ചിരുന്ന അവരുടെ വീടുകളൊക്കെ ഇസ്രായേൽ ബോംബ് വെച്ച് തകർത്തു. ഒന്നുമില്ല, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലും അവരുടെ വിശ്വാസത്തിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഈ പരിശുദ്ധ റമദാനിൽ ലോകം മുഴുവനുള്ള വിശ്വാസികൾ നടത്തിയിട്ടുള്ള നന്മകൾ, പുണ്യപ്രവർത്തനങ്ങൾ, അത് എത്രമാത്രമാണ്? റമദാൻ മാസത്തിൽ മാത്രം എത്ര കോടി രൂപയുടെ ധനസഹായമാണ്, ദാനധർമ്മമാണ് വിശ്വാസികൾ നടത്തിയത്? അർഹരായിട്ടുള്ള ആളുകൾക്ക് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് വിശ്വാസികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞു, ഇന്ന് പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്, ഈദുൽ ഫിത്തറാണ്. ഇന്ന് രാവിലെ, ഇന്നലെ അസ്തമയം മുതൽ ഇന്ന് സൂര്യോദയത്തിന് മുമ്പായി ഫിത്ർ സക്കാത്ത് എന്ന പേരിൽ ഭക്ഷ്യധാന്യം എത്ര മാത്രമാണ് ഇവിടെ അർഹരായിട്ടുള്ള ആളുകൾക്ക് വിതരണം നടത്തിയിരിക്കുന്നത്? ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളാണ്. പലപ്പോഴും വിശ്വാസിയെ ട്രോളാനും കളിയാക്കാനും ഒക്കെ ഒരു വിഭാഗം ഇവിടെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ ഒരു കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ, പെരുന്നാൾ ദിവസം മാത്രം, ചെറിയ പെരുന്നാൾ ദിവസം മാത്രം വിശ്വാസി സമൂഹം വിതരണം ചെയ്തത് 15,000 മെട്രിക് ടൺ അരിയാണ്. റമദാൻ മാസം, റമദാൻ 30 ദിവസം നടത്തിയിട്ടുള്ള ദാനധർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, അതിൻ്റെ കണക്കുകൾ വേറെയാണ്. ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ എത്രമാത്രം ദാനധർമ്മങ്ങൾ നടത്തിയിട്ടുണ്ടാകും? ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഏത് ആഘോഷ പരിപാടികൾ ലോകത്ത് എവിടെ നടന്നാലും, ന്യൂ ഇയർ ആഘോഷമാകട്ടെ അല്ലെങ്കിൽ മറ്റേത് ആഘോഷമാകട്ടെ, ഇപ്പോഴിതാ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജയാഘോഷം, അതുപോലെ തന്നെ റോഡ് ഷോ പരിപാടികൾ, എല്ലാ ആഘോഷത്തിനും ഇവിടെ മദ്യത്തിൻ്റെ ഒരു കൂട്ട് വേണം.
യഥാർത്ഥത്തിൽ വലിയ ആഘോഷ പരിപാടികൾ നടന്നതിന് തൊട്ടടുത്ത ദിവസം പത്രങ്ങളിൽ ചില വാർത്തകൾ വരാറുണ്ട്. അതായത് മദ്യം വിറ്റതിന്റെ കണക്കാണ്. ഇത്തവണ 50 കോടി കവിഞ്ഞു, ഇത്തവണ 10 കോടി കവിഞ്ഞു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരാറുള്ളത്. എന്നാൽ ഇവിടെ ചെറിയ പെരുന്നാളാണെങ്കിലും അതുപോലെ തന്നെ ബലിപെരുന്നാളാണെങ്കിലും ഈ പെരുന്നാളുകൾക്ക് ശേഷം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെടാറില്ല. കാരണം മദ്യത്തിന്റെ കണക്കല്ല അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. വിശ്വാസി സമൂഹം സാധാരണക്കാരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്ത അരിയുടെ കണക്ക് മാത്രം എടുത്താൽ തന്നെ ലോകം ഞെട്ടിപ്പോകും. ഇവിടെ വിശ്വാസികളെ ട്രോളുന്ന യുക്തിവാദികൾക്ക് സംസാരം മുട്ടിപ്പോകും എന്നുള്ളതാണ്. അത്രമാത്രം ശക്തമാണ് ഇവിടെ വിശ്വാസികളുടെ പല മേഖലകളിലുമുള്ള ഇടപെടലുകൾ. ഞാൻ പറഞ്ഞല്ലോ, 15,000 മെട്രിക് ടൺ അരി എന്നുള്ളത് പെരുന്നാൾ ദിവസം മാത്രം കൊടുത്തിട്ടുള്ള അരിയുടെ കണക്കാണ്. തലേ ദിവസം രാത്രി മുതൽ അത്തരത്തിലുള്ള അരി വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ റമദാനിൽ മുഴുവൻ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും സാധാരണ രീതിയിൽ വാർത്തയാകാറില്ല. അതുപോലെ തന്നെ വിശ്വാസിയുടെ മനക്കരുത്ത്, ആ മനക്കരുത്താണ് ഞാൻ ആദ്യം പറഞ്ഞത്. മസ്ജിദുൽ അഖ്സയിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഫലസ്തീനികളുടെ മനക്കരുത്ത്. തീർച്ചയായും ഫലസ്തീനികൾ ഒരിക്കലും തോൽക്കില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ അചഞ്ചലമായ വിശ്വാസം കണ്ടുകൊണ്ട് തന്നെയാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇസ്രായേൽ പോലീസിനെ വകവെക്കാതെ സർവശക്തനായ ദൈവത്തിന് സ്തുതി പറയാൻ, ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ അഖ്സയിൽ ഒത്തുകൂടാൻ അവർക്ക് തോന്നിയത്. അതുപോലെ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് തോന്നിയത് വിശ്വാസത്തിന്റെ പവറാണ്. വിശ്വാസത്തിന്റെ പവറാണ് ഇവിടെ 15,000 മെട്രിക് ടൺ അരി ഒരു പെരുന്നാൾ ദിവസം മാത്രം വിതരണം ചെയ്യാൻ വിശ്വാസിയെ പ്രേരിപ്പിച്ചത്. അതുപോലെ ദാനധർമ്മങ്ങൾ നടത്താൻ വിശ്വാസിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ പവറാണ്. എന്തായാലും നല്ല നല്ല ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പലപ്പോഴും അത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല. പത്രദൃശ്യ മാധ്യമങ്ങളിൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന മദ്യവിൽപ്പനയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന വിശ്വാസി സമൂഹം അവർ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പലരും മറന്നുപോകുന്നു. ആ മറന്നുപോകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്താണ് വിശ്വാസം, എന്തുകൊണ്ടാണ് വിശ്വാസി വിജയിക്കും എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഫലസ്തീൻ വിജയിക്കുമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു വിവരം തരുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും ഒരു ആഘോഷത്തിനും ഞാൻ എതിരല്ല. ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ടി വന്നു. പലപ്പോഴും ഇവിടെ വരുന്ന വാർത്തകളെക്കുറിച്ച് ഒരു പരാമർശം നടത്തേണ്ടി വന്നു. അതാരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞു പോയത്. എന്തായാലും ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ്. ഏവർക്കും എൻ്റെ പ്രത്യേകം പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്.